കർത്താവിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ തിളച്ചു നിൽക്കുകയാണ്. ആ കർത്താവിനോട് നമുക്ക് പറയാനുള്ള ആ ഒരു ധൈര്യം, കർത്താവിനോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, എൻ്റെ ഉള്ളിൽ കർത്താവ് ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ധാരാളം പേര് പറയുന്നുണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, പല പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. അവർക്ക് പ്രത്യേകിച്ച് മൊബൈൽ വന്നതോടുകൂടി ധാരാളം പ്രശ്നങ്ങളിൽപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നീങ്ങുകയാണ്, നമ്മുടെ ചെറുപ്പക്കാർ നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില പ്രേമ കേസ് കെട്ടുകളിലൊക്കെ ചെന്ന് ചാടി നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ചാടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പഠിത്തം പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർക്ക് അറിഞ്ഞുകൂടാ എങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്ന്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ നമ്മുടെ മക്കളെ നയിക്കുവാനുള്ള, നമ്മുടെ ചെറുപ്പക്കാരെ നയിക്കാനുള്ള, എന്താ മോനെ നിന്റെ മുഖത്തൊരു മ്ലാനത, എന്താ മോളെ നിനക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സമാധാനം കടന്നു വരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാതെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമ്മളൊന്ന് താഴ്ന്നുപെടുത്താൽ മതി. കർത്താവിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോട് ചോദിച്ചാൽ, കർത്താവ് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? എന്തു പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിക്കപ്പെടും. ഹല്ലേലൂയ. കാരണം വിവാഹം എന്ന കുദാശ ആശീർവദിക്കപ്പെട്ടത് കർത്താവ് ഈശോ മിശിഹായാണ്. നിശ്ചയമായും കർത്താവിന് ആ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മക്കളുടേതായ ഭാര്യയുടെ, ഭർത്താവിന്റെ, കുടുംബത്തിന്റെ കടബാധ്യതകള്, കുടുംബത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഒക്കെ യേശു ക്രിസ്തുവിനറിയാം. ആ കർത്താവിന്റെ കൈകളിലേക്ക് ഇത് വിട്ടുകൊടുക്കുമ്പോൾ നമ്മളെ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കും. ഹല്ലേലൂയ. ഭാരപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്നും മാറിപ്പോയെങ്കിൽ മാത്രമേ അവിടെ ശരിക്കും ദൈവത്തിന്റെ ആ ഒരു ദർശനം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ രക്ഷ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരത്തുള്ളൂ. അത് ബ്ലോക്ക് ചെയ്ത് പിശാച് എപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കും. ബ്ലോക്ക് ചെയ്ത് നിർത്തുവാൻ നമ്മൾ അവന് വിട്ടുകൊടുക്കരുത്. അവനിൽ നിന്നും മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട